നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈവിരലുകളോ മുട്ടുകളോ എല്ലാം മുറുക്കം വന്ന പോലെ തോന്നുന്നുണ്ടോ? മുട്ടുവേദനയോ ജോയിന്റ് പെയിനോ കാരണം ദൈനംദിന ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇത് വെറും പ്രായത്തിന്റെ പ്രശ്നമാണെന്ന് കരുതരുത്. ചിലപ്പോൾ ഇതിനു പിന്നിൽ ഡയബറ്റിസ് ആയിരിക്കാം. ഡയബറ്റിസ് കാരണം ജോയിന്റ് പെയിൻ വരുമോ? ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എങ്ങനെ കുറയ്ക്കാം? പറഞ്ഞുതരാം. ഡയബറ്റിസ് നേരിട്ട് എല്ലാ ജോയിന്റ് പെയിനും കാരണമാകില്ല. എന്നാൽ ദീർഘകാലം ഡയബറ്റിസ് നിയന്ത്രണത്തിലല്ലെങ്കിൽ സന്ധികളെയും ലിഗമെന്റ്സിനെയും ടെൻഡൻസിനെയും ബാധിച്ച് പല പ്രശ്നങ്ങളും ജോയിന്റുകൾക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ബ്ലഡ് ഷുഗർ ലെവൽ ദീർഘകാലം കൂടിയിരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ ഒരു പ്രധാന പ്രോട്ടീനായ കൊളാജിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. തൽഫലമായി ഈ കൊളാജിൻ കൊണ്ട് നിർമ്മിതമായ ലിഗമെന്റ്സിനും ടെൻഡൻസും ജോയിന്റിലെ ക്യാപ്സ്യൂളും കട്ടിയാവുകയും ഇവയുടെ ഇലാസ്തികത കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡയബറ്റിസ് ഉള്ളവരിൽ ഫ്രോസൺ ഷോൾഡർ, ട്രിഗർ ഫിംഗർ, കാർപ്പൽ ടണൽ സിൻഡ്രോം, ലിമിറ്റഡ് ജോയിന്റ് മൊബിലിറ്റി മുതലായ പ്രശ്നങ്ങൾ സാധാരണ മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കുന്നത്. അതോടൊപ്പം ഡയബറ്റിസ് ഞരമ്പുകളെ ബാധിച്ചു തുടങ്ങുമ്പോൾ ജോയിന്റ് പെയിനോടൊപ്പം കത്തുന്നത് പോലെയോ മരവിപ്പോ തരിപ്പോ ഒക്കെ തന്നെ അനുഭവപ്പെടാം. ഏത് ലക്ഷണങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതായുള്ളത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോർണിംഗ് സ്റ്റിഫ്നെസ്, വിരൽ മടക്കുമ്പോൾ ലോക്ക് ആകുക, കൈ ഉയർത്തുമ്പോൾ തോളിന് ബുദ്ധിമുട്ട്, കൈകാലുകളിൽ മരവിപ്പ്, കാരണം കൂടാതെയുള്ള സന്ധിവേദനകൾ എന്നിവ ഉണ്ടെങ്കിൽ അത് അവഗണിക്കരുത്. ഒരു പ്രധാന കാര്യം, ഡയബറ്റിസ് ഉള്ളവരിൽ ജോയിന്റ് പെയിൻ ഉണ്ടെന്ന് കണ്ടാൽ അതെല്ലാം ഡയബറ്റിസ് കൊണ്ടാണെന്ന് കരുതരുത്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, സർവൈക്കൽ സ്പൈനിൻ്റെതായ പ്രശ്നങ്ങൾ, ഗൗട്ട് തുടങ്ങിയ മറ്റ് കാരണങ്ങളും ഇതിന് പിന്നിലുണ്ടാകാം. അതുകൊണ്ടാണ് പെയിൻ കില്ലർ കഴിക്കുന്നതിനേക്കാൾ യഥാർത്ഥ കാരണം കണ്ടെത്തേണ്ടത് പ്രധാനമാകുന്നത്. ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോളിലാണോ? നെർവ് എക്സാമിനേഷൻ, ജോയിന്റ് എക്സാമിനേഷൻ, മസിൽ സ്ട്രെങ്ത്, റേഞ്ച് ഓഫ് മൂവ്മെന്റ്, നെർവ് ഇൻവോൾവ്മെന്റ്, ലൈഫ് സ്റ്റൈൽ, ഡയറ്റ് എന്നിവയെല്ലാം വിലയിരുത്തിയ ശേഷമാണ് ഞാൻ എൻ്റെ രോഗികൾക്ക് ചികിത്സ നിശ്ചയിക്കാറുള്ളത്. ഈ വീഡിയോ ഡയബറ്റിസ് ഉള്ളവർക്ക് ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ ഡയബറ്റിസ് ഉള്ളവരിൽ ഏറ്റവും കോമൺ ആയി കാണുന്ന ഫ്രോസൺ ഷോൾഡർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നും അതെങ്ങനെ തിരിച്ചറിയാമെന്നും വിശദമായി പറഞ്ഞു തരാം. ആ വീഡിയോയ്ക്കായി അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.